ശബരിമലയിൽ ഭക്തജന തിരക്കിൽ നേരിയ കുറവ്. ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലും കനത്ത മഴ തുടരുകയാണ്. ശരാശരി 80,000-ഓളം ഭക്തരാണ് ഒരു ദിവസം ശബരിമലയിലെത്തുന്നത്. വിവരങ്ങളുമായി അഖിൽ ചേരുന്നു. അഖിൽ, ഇന്ന് തിരക്കിന് നേരിയ കുറവുണ്ട് എന്നറിയാൻ കഴിയുന്നു. ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്. പക്ഷേ മഴ ഒരു പ്രതികൂല കാലാവസ്ഥയും സൃഷ്ടിക്കുന്നുണ്ടോ അവിടെ? രോഹിണി, സ്വാമി ശരണം. ശബരിമലയിൽ ഇന്ന് വലിയ തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല. കാരണം അല്ലെങ്കിൽ വീക്കെൻഡാണ്, ശനിയും ഞായറും ഒക്കെ നല്ല തിരക്ക് അനുഭവപ്പെട്ടിരുന്നതാണ് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തന്നെ. പക്ഷേ ഇന്ന് ഒരു 2 ദിവസമായി ഇവിടെ നല്ല മഴയുണ്ട്. ആ മഴ കാരണമാണ് ഈ തിരക്കിന് അല്പം കുറവുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരമാണ് എന്നുണ്ടെങ്കിൽ അടുത്ത 3 മണിക്കൂറിൽ സന്നിധാനത്തും പമ്പ നിലയ്ക്കൽ ഭാഗങ്ങളിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത അവർ പറയുന്നത്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ്. 5 മീറ്റർ മുതൽ 15 മില്ലിമീറ്റർ വരെ ദൈർഘ്യമേറിയ മഴ ഈ സന്നിധാനം പരിസരത്തും പമ്പയിലും നിലയ്ക്കലുമായി ഉണ്ടാകുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ 18ാം പടിയുടെ അവിടുന്ന് കയറി ഫ്ലൈ ഓവർ വഴിയാണ് അല്ലെങ്കിൽ ഈ സന്നിധാനത്തേക്ക് ശ്രീകോവിലിന്റെ മുൻവശത്തേക്ക് പോവുക. പക്ഷേ ഇപ്പോൾ അയ്യപ്പന്മാര് 18ാം പടി കയറി ഡയറക്റ്റായിട്ട് തന്നെ ഈ സന്നിധാനത്തിന്റെ വലതുവശത്തേക്ക് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അത്ര തിരക്ക് അനുഭവപ്പെടുന്നില്ല. നമ്മൾ ഫ്ലൈ ഓവറിലേക്ക് ക്യാമറ ചലിപ്പിച്ചാൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. ഫ്ലൈ ഓവറൊക്കെ പൂർണ്ണമായും കാലിയായി നിൽക്കുന്ന, ഓരോരുത്തരും പതുക്കെ മെല്ലെ നടന്നു വരുന്ന കാഴ്ചകൾ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫ്ലൈ ഓവർ ഇറങ്ങി പതുക്കെ മെതുവായി നടന്ന് വരുന്ന കാഴ്ച പോലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ തിരക്കില്ലാതെയാണ് ഇത്തവണ സന്നിധാനത്തേക്കുള്ള ദർശനം നടക്കുന്നത് എന്നതാണ് ഏറെ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം, രാവിലെ 9 മണിയുടെ കണക്ക് പ്രകാരം ഏകദേശം 35,000 പേര് മാത്രമാണ് സന്നിധാനത്തേക്ക് ദർശനത്തിലേക്കായി എത്തിയിട്ടുള്ളത് എന്നതാണ്. ഏകദേശം 80,000 പേർക്കാണ് ഒരു ദിവസത്തെ ദർശനത്തിലേക്കുള്ള ഇത് അനുവദിച്ചിട്ടുള്ളത്. അതായത് 70,000 പേർക്ക് വെർച്വൽ ക്യൂ വഴിയും അതുപോലെ തന്നെ 10,000 പേർ സ്പോട്ട് ബുക്കിങ്ങിലൂടെയും ഒക്കെയാണ് ദർശനത്തിലേക്കായി എത്തുന്നത്. പക്ഷേ സജീവമായി അയ്യപ്പന്മാരെത്തുന്നത് അല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മൾ കാണുന്നതാണ്. 18ാം പടിയുടെ മുകളിലേക്ക് ഓരോ അയ്യപ്പന്മാരെയും അതിവേഗം എത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പക്ഷേ ഇത്തവണ 18 പടികളും തൊട്ടു തൊഴുത് മോക്ഷപ്രാപ്തിയോടെ കുഞ്ഞു മാളികപ്പുറങ്ങളടക്കം സമാധാനത്തോടെ അവർ പൊന്നയ്യനെ കാണാൻ വേണ്ടി കടന്നു വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നതും അതും ഭക്തിനിർഭരമാണ് എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്, 18ാം പടിയിൽ നിൽക്കുന്ന മുഴുവൻ പോലീസുകാരും അതീവ ഭക്തിയോടുകൂടി തന്നെയാണ് അവർ നിൽക്കുന്നത്. ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായി എങ്കിൽ പോലും അവർ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ 15 മിനിറ്റാണ് അവർ ഈ അയ്യപ്പന്മാരെ 18ാം പടി കയറ്റാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ഏർപ്പെടുന്നത്. പക്ഷേ ഇത്തവണ ഈ ഷിഫ്റ്റിൽ വന്നവർ കുറച്ചുകൂടി റിലാക്സ് ചെയ്താണ് അവർ ഇത്തവണ അയ്യപ്പന്മാരെ കടത്തിവിടുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നില്ല. അത് മഴയാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. എന്തായാലും ശബരിമല ഇന്ന് ശാന്തമായി തന്നെയാണ് ശബരിമല ഇന്ന് മുന്നോട്ട് പോകുന്നത്. അല്പസമയത്തിനകം ഉച്ചപൂജ ആരംഭിക്കുന്നുണ്ടാകും. ആ ഉച്ചപൂജയ്ക്ക് ശേഷം പിന്നെ ഉച്ചയ്ക്ക് നടയടച്ചതിനു ശേഷം വൈകുന്നേരം 3 മണിയോടുകൂടിയാണ് പിന്നെ നട തുറക്കുക. ആ നട തുറന്നതിനു ശേഷം 6:30 തന്നെ സന്ധ്യാദീപാരാധന ഉണ്ടാകും. അതിനെ തുടർന്ന് പുഷ്പാഭിഷേകം ഉണ്ടാകും. ആ പുഷ്പാഭിഷേകത്തിനു ശേഷം രാത്രി 10:50 ഹരിവരാസനം പാടി ഇന്ന് നടയടയ്ക്കുന്നത്. ഇതാണ് ഇന്നത്തെ പൂജാ ക്രമീകരണങ്ങളുള്ളത്. എന്തായാലും അയ്യപ്പ സന്നിധി ശാന്തമായ ശരണമന്ത്രങ്ങളാൽ സമാധാനമായ ശരണകീർത്തനങ്ങളായി പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നെയ്യഭിഷേകം അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെയ്യഭിഷേക പ്രിയനായ ഹരിഹരസുതനായ പൊന്നമ്പലവാസൻ അയ്യപ്പസ്വാമി അകത്ത് നെയ്യഭിഷേകത്തിൽ ഇരിക്കുന്ന കാഴ്ച കണ്ടാണ് ഈ ലൈവിലേക്ക് ഞാൻ തന്നെ വരുന്നത്. എന്തായാലും അയ്യപ്പസ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഓരോ അയ്യപ്പ ഭക്തരും ഇപ്പോൾ മാളികപ്പുറങ്ങളൊക്കെ മാലയണിഞ്ഞ് കന്നിസ്വാമിമാർ വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം മാളികപ്പുറങ്ങൾ ആദ്യമായി എത്തുന്ന കന്നി മാളികപ്പുറങ്ങളാണ് ഇതുപോലെ പൂമാല ധരിച്ച് എത്തുന്നത്. എന്തായാലും ശബരിമല ഇത്തവണ സമാധാനത്തോടെ ശാന്തിയോടെ അയ്യപ്പന്മാർ ദർശനത്തിലേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതനുസരിച്ചാണെങ്കിൽ സന്നിധാനത്തേക്ക് എത്തുന്ന ഫ്ലൈ ഓവർ കടന്നു വരുന്ന സ്ഥലത്തേക്ക് 2 വരി പൂർണ്ണമായും
ബ്ലാങ്കായി നിൽക്കുകയാണ്. ഒരു വരിയിലാണ് അയ്യപ്പന്മാർ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. കാരണം ആ ശ്രീകോവിലിനോട് അടുത്ത് നിൽക്കുന്ന ആ വരിയിലാണ് ഇപ്പോൾ അയ്യപ്പന്മാർ അധികമായി നിൽക്കുന്നത്. മറ്റു രണ്ട് റാക്കിലും അയ്യപ്പന്മാർ കുറവാണ്. ഈ നിൽക്കുന്ന, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ റാക്കാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുട്ടിക്കേറ്റായിട്ട് ഇത്തവണ ദേവസ്വം ബോർഡ് പുതിയതായി പരിഗണിച്ചിട്ടുള്ള കുട്ടികൾ മാത്രമായിട്ടുള്ള കുട്ടിക്കേറ്റ് ക്രമീകരിച്ചിട്ടുള്ള. എന്തായാലും അങ്ങനെ ഓരോ ക്രമീകരണങ്ങൾ നടത്തി എന്തായാലും അയ്യപ്പന്മാർ ഇത്തവണ ദർശനത്തിലേക്ക് എത്തുന്നുണ്ട്. അടുത്ത 3 മണിക്കൂറിലാണ് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. രോഹിണി. ശരി അഖിൽ, ശബരിമലയിൽ ഭക്തജന തിരക്കിന് നേരിയ കുറവ്, മഴ ശക്തമായി തന്നെ പെയ്യുന്നുമുണ്ട്. അഖിൽ പാലോട്ട് മഠമാണ് വിവരങ്ങൾ നൽകിയത്.